ശിവന് തന്നേക്കാൾ പ്രിയം ഗംഗയോടാണെന്ന് പാർവതീദേവിക്ക് തോന്നി. ഇതിനാൽ ദേവി വളരെ ദുഃഖിതയായിത്തീർന്നു. ഗണപതിക്ക് തന്റെ അമ്മയുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന് തോന്നി. ആയതിന്റെ ഭാഗമായി ഗംഗാനദി ഭൂമിയിലേക്കെത്തിച്ചേർന്ന രസകരമായ കഥ ആസ്വദിക്കുവാൻ ദയവായി വീഡിയോ മുഴുവനായി കാണൂ. ശിവപത്നിയായ പാർവതിക്ക് ശിവന് പാർവതിയേക്കാൾ പ്രിയം ഗംഗയോടായിരുന്നു എന്ന് തോന്നി. ശിവന്റെ ജടയിൽ നിന്ന് ഗംഗയെ നീക്കം ചെയ്യാൻ ഒരു വഴി കണ്ടെത്തണമെന്ന് പാർവതി തീരുമാനിച്ചു. പാർവതി ശിവനെ അനുനയിപ്പിക്കാൻ പല കുറി ശ്രമിച്ചു. പക്ഷേ ശിവൻ കേട്ടില്ല. ഈ സമയം ഭൂമിയിൽ 14 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ഭീകരമായ വരൾച്ചയുണ്ടായി. ഗൗതമ മഹർഷിയുടെ ആശ്രമം മാത്രമാണ് വരൾച്ച ബാധിക്കാത്ത ഒരേയൊരു സ്ഥലം. വരൾച്ചയിൽ നിന്ന് രക്ഷ നേടാൻ മറ്റു മഹർഷിമാരും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒത്തുകൂടി. ഗൗതമൻ അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഗണപതിക്ക് തന്റെ അമ്മയുടെ ഗംഗാപ്രശ്നം പരിഹരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കുമെന്ന് തോന്നി. ഗണപതിയും ഒരു മഹർഷിയുടെ വേഷത്തിൽ ഗൗതമന്റെ ആശ്രമത്തിൽ താമസിക്കുവാൻ തുടങ്ങി. ഗണപതി മറ്റ് ഋഷിമാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുമായി വളരെ അടുക്കുകയും ചെയ്തു. പാർവതിയുടെ കൂട്ടുകാരികളിൽ ഒരാളായിരുന്നു ജയ. ജയ ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് ഗൗതമന്റെ വയലിലെ ധാന്യം തിന്നണമെന്ന് ഗണപതി പറഞ്ഞു. ആരുടെയെങ്കിലും അടികൊണ്ടാൽ ഉടൻ തന്നെ നിലത്ത് വീണ് ചത്തതായി അഭിനയിക്കണമെന്നും നിർദ്ദേശിച്ചു. ഒരു പശു തന്റെ ധാന്യം തിന്നുന്നത് ഗൗതമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഒരു പുല്ലുകൊണ്ട് അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ പശു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിലത്ത് വീണു. എന്ത് സംഭവിച്ചെന്ന് നോക്കാൻ ഗണപതിയും മറ്റ് ഋഷിമാരും ഓടിയെത്തി. ഒരു പശുവിനെ ഗൗതമ മഹർഷി കൊന്നുവെന്ന് അവർക്ക് തോന്നി. അതിനാൽ അത്തരമൊരു പാപം നടന്ന ആശ്രമത്തിൽ താമസിക്കാൻ അവർ വിസമ്മതിച്ചു. ഗോഹത്യ ചെയ്ത ഗൗതമന്റെ ആശ്രമത്തിൽ നിന്നും അവർ പോകുവാൻ തുടങ്ങി. ഗൗതമൻ അവരെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ദയവായി എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എന്നോട് പറയുക. ഞാൻ അപ്രകാരം ചെയ്തുകൊള്ളാം. ഉടൻ ഗണപതി മറുപടി പറഞ്ഞു, ശിവന്റെ ജടയിൽ നിന്ന് ഗംഗയെ കൊണ്ടുവരണം. ആ വെള്ളം ചത്ത പശുവിന്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടും. ഗണപതി മറ്റ് ഋഷിമാരുമായി വളരെ സൗഹൃദത്തിലായിരുന്നതിനാൽ അവരെല്ലാവരും ഈ പരിഹാരമാർഗം അംഗീകരിച്ചു. ഗൗതമനും അത് ചെയ്യാൻ സമ്മതിച്ചു. അതനുസരിച്ച് ഗൗതമൻ കൈലാസപർവ്വതത്തിൽ പോയി ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗൗതമന്റെ തപസ്സിൽ ശിവൻ സന്തുഷ്ടനായി ഒരു വരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഗൗതമൻ സ്വാഭാവികമായും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള വരം ചോദിച്ചു. ശിവൻ സമ്മതിച്ചു. അങ്ങനെ ഗൗതമ മഹർഷി മുഖേന ഗംഗ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടു. ഗംഗയ്ക്ക് സ്വർഗ്ഗത്തിൽ 4 പോഷക നദികളും ഭൂമിയിൽ 7, പാതാളത്തിൽ 4 ഗൗതമ മഹർഷി ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഈ നദി ഗൗതമി ഗംഗ എന്നും അറിയപ്പെടുന്നു. ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങൾ നീക്കാനായി ഗംഗയെ ഭൂമിയിലെത്തിക്കാൻ സാക്ഷാൽ മഹാദേവൻ നടത്തിയ ഈ ലീല എത്ര സുന്ദരമല്ലേ!